ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മച്ചവർ നമ്മുടെ പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം കയറിയിട്ടുണ്ട്. കുറേ നാൾക്കല്ല, നമ്മൾ 2 ദിവസത്തിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഇന്ന് നമ്മുടെ കുറേ നാൾക്ക് ശേഷമുള്ള സെക്കൻഡ് വീഡിയോ ആണ്. നമുക്കിന്ന് BR ഡുവോ ആണ് കളിക്കണേ. നമ്മൾ ഇന്ന് മാസ്റ്റർ അല്ലല്ലോ, ഹീറോയ്ക്ക് അടിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഗൈസ്. നമ്മുടെ എറണാകുളം കിങ്ഫിഷർ കയറി കാണിച്ചതാ. എറണാകുളം കിങ്ഫിഷർ കയറി. അതിനകത്ത് 78ാം സ്ഥാനമാണ്. നമ്മൾ നേരത്തെ 77ആയിരുന്നു, 78ാം സ്ഥാനമാണ് നമ്മൾ കയറി. ഗൈസ് ഇത് കണ്ടോ, നമ്മൾ 78ാം സ്ഥാനം കയറിയിട്ടുണ്ട്. അങ്ങനെ എറണാകുളം 78ാം സ്ഥാനമാണ്. ഇനി നമ്മൾ അങ്ങനെ കളിച്ച് നമ്മളത് കൂട്ടി 41 ആക്കും. 41 ഇപ്പം 42 ആക്കും. 42 പിന്നെ 21 ആക്കും. 21 പിന്നെ 10 ആക്കും. 10 നേരെ 1 ആക്കും. അങ്ങനെ നമ്മൾ കേരളം എത്തും. കേരളം കഴിഞ്ഞ് ഇന്ത്യ എത്തും. അങ്ങനെ കളിച്ച് നമ്മളങ്ങനെ കൂട്ടും ഗൈസ്. അപ്പോൾ നമ്മൾ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ലീഡർ. നമ്മൾ മൈക്ക് ഓഫ് ചെയ്തപ്പോഴേക്കും നമ്മൾ മൈക്ക് ഓണായിരുന്നു. അത് കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കേരളയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കാണ് വീഡിയോ ഇടുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. AWM എറണാകുളം കയറിയിട്ടുണ്ട്. നമ്മൾ 54ാം സ്ഥാനം. കേരള അല്ലല്ലോ, എറണാകുളം. നമ്മൾ കിങ്ഫിഷർ കയറിയിട്ടുണ്ട്. എറണാകുളം കിങ്ഫിഷർ കയറിയിട്ടുണ്ട്. ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായില്ല. നമ്മൾ മൈക്ക് ഓൺ ആയ കാരണം കേൾക്കാൻ പറ്റിയിട്ടുണ്ടായില്ല നിങ്ങൾക്ക്. വീട്ടിലുള്ള കിങ്ഫിഷർ ഗൈസ് കണ്ടോ 78ാം സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ BR സോളോ ഡുവോ ചിലപ്പോൾ കളിക്കുമായിരിക്കും. അവനുണ്ടെങ്കിൽ നമ്മൾ ഡുവോ കളിക്കും, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള കളിക്കും. ഗൈസ് വിളിക്കട്ടാണ്, വിളിച്ചിട്ട് എടുക്കുന്നില്ല ഗൈസ്. ഇതാണ് നമ്മളെ ലീഡർ. അവൻ എറണാകുളം M590 ആണ്. ഗൈസ് അപ്പോൾ നമ്മൾ അവൻ ഏതോ ലൈവിൽ കയറിയേക്കോ. നമുക്കൊന്ന് പോസ് ചെയ്തിട്ട് വേണ്ടിട്ട് പറയാം. ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അവനെ ഇട്ടുണ്ട്. നമുക്ക് ഇവൻ്റെ അടുത്ത് വണ്ടീനെ വിളിക്കാമെന്ന് പറയാം. വണ്ടി കൊണ്ട് നമുക്ക് കളിക്കാം. നമുക്ക് അവനായിട്ട് കളിക്കാം. ആര് ജയിക്കും എന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ കളി ജയിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെവർ ഗൈസ്. നമുക്കൊരു വണ്ടി കൊണ്ട് കളിച്ചിട്ട് BR കളിക്കാം. അപ്പോൾ BR നമ്മൾ ഡിവോഷനാണ്. ഇവൻ്റെ ഒപ്പം BR കളിക്കാം നമുക്ക്. അവൻ ഇല്ല, എൻ്റെ കൂട്ടുകാരനില്ല ഗൈസ്. അപ്പോൾ പഠിക്കണം കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാരനാണ്, അവനുണ്ട്. അപ്പോൾ ഞാൻ M180 ഡെസേർട്ടും മാത്രമാണ് എടുത്തിട്ടുള്ളൂ. M180 ഡെസേർട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ടൈറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് വുഡ്പക്കറും കൂടി എടുക്കാം. വുഡ്പക്കർ ഗൈസ്. അപ്പോൾ നമുക്ക് അത് ക്ലിയർ. അവർ മാക്സിമം റഷ് ചെയ്ത് കളിക്കുന്നുണ്ട്, കൊണ്ടില്ല ഗൈസ്. അപ്പോൾ അവനെ നമ്മളങ്ങ് ഡൗൺ ആക്കിയിട്ടുണ്ട്.
നമുക്ക് ഇവിടെ ഒരു കൊടി കുത്തിയിട്ടേക്കാം. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ അവനെ M180 വൺ ടാപ്പ് അടിക്കാൻ അവനെ നിരത്തിയിട്ടുണ്ട്. കൊണ്ടില്ല പൈസ. അപ്പം അവന് പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്ക് അവനങ്ങ് അടിച്ചു തീർക്കായിരുന്നു. കൊണ്ടില്ല, കൊണ്ടുന്നില്ല. കൊണ്ടു ഒരു 28 കൊണ്ടു പൈസ. അപ്പം അവന് ഈ കളി അങ്ങ് നമ്മളങ്ങ് ഡൗൺ ആക്കി അവനങ്ങ് ഈ കളി അങ്ങ് എടുത്തിട്ടുണ്ട്. അവനെടുത്തേക്കണമെങ്കിൽ M180 SVD വയ്യുവാണ്. നമുക്ക് അവനെ നല്ല രീതിക്ക് ഒരു ഡാമേജ് കൊടുത്തു. നമ്മൾ അത് അവനെ കൊള്ളുന്നില്ല ഗൈസ്. ഓ ഗൈസ്, അപ്പം അവൻ M180 ഡബിൾ ബുള്ളറ്റ് ചടിച്ച് നമ്മളങ്ങനെ നോക്ക് എടുക്കുന്നുണ്ട്. ഹലോ, ഉപ്പക്കര എടുക്കാം. അപ്പം അവനെ നമ്മൾ റഷ് ചെയ്തൊന്ന് നോക്കുന്നുണ്ട്. റഷ് ചെയ്യുന്നുണ്ട്. ഗൈസ്, അപ്പം അവൻ വീണ്ടും നമ്മളങ്ങ് M180 കടി നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്ക് $55 കൊടുത്തിട്ടുണ്ട് ഗൈസ്. അവന് അടിക്കാൻ പറ്റുള്ള ഗൈസ്. അവൻ അങ്ങനെ അതടിച്ചത് ഡെസേർട്ട് വെച്ച് അവനങ്ങനെ 4ാമത്തെ റൗണ്ടും കൂടി അവനങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അവനങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് മര്യാദക്ക് കളിക്കാൻ പറ്റുന്നില്ല. ഗൈസ്, അപ്പം നമ്മൾ ഉൾപ്പൊക്കെ വെച്ചിട്ടൊരു വൺ ടാപ്പ് കൊടുത്ത് നമ്മൾ അവനെ അങ്ങ് എടുക്കുന്നുണ്ട്. ഒരു കൊടി അങ്ങ് ഗൈസ്. അവൻ SVD നല്ല രീതിക്ക് ഡാമേജ് തരാൻ നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടിയില്ല അവന്. അവനെ വൺ ടാപ്പ് അടിച്ച് നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഗൈസ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഗൈസ്, ഒരു കോൾ വന്നായിരുന്നാണ്. കൊണ്ടില്ല ഗൈസ്, നമ്മൾ അടിച്ചവന് ഒരു 15 കൊടുത്തിട്ടുണ്ട്. കൊണ്ടില്ല നമുക്കുണ്ടോ? കൊണ്ടില്ല ഗൈസ്. നമുക്കങ്ങോട്ട് കൊള്ളുന്നില്ല.
കൊള്ളുന്നില്ല ഗൈസ്. അപ്പം ഇങ്ങനെ നമ്മുടെ ഹെൽമെറ്റ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അവനങ്ങ് വട്ടാപ്പടി നമ്മളെ കളി അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4-4 നമുക്കൊരു കംബാക്ക് എടുത്ത് അവനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലോബി ചെന്നിട്ട് അവൻ്റെ അപ്പം നമ്മൾ BR കളിക്കുന്നതായിരിക്കും. നമ്മൾ അടിക്കുന്ന ഷോട്ടൊന്നും കൊള്ളുന്നില്ല. ഗൈസ് അപ്പോൾ അവൻ നമ്മളടിച്ചങ്ങ് 1 ടാപ്പ് അടിച്ച് നമ്മളെ എടുത്തുണ്ടവൻ. അവൻ്റെ ഒരു നല്ല പ്ലെയറാണ് അത്യാവശ്യം. നമ്മുടെ ഗിൽഡിയിലാണവൻ കളിക്കുന്നത്. കൊണ്ടില്ല ഗൈസാണ് ഗൈസ്. അപ്പം നമ്മുടെ തല പൊട്ടിയിട്ടുണ്ട് അങ്ങനെ. ഗൈസ് അപ്പം അവനെ നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെൽമെറ്റ് പൊട്ടിയിട്ട് നമ്മൾ അവനെ അങ്ങനെ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ സംസാരിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം സംസാരിച്ച് കഴിഞ്ഞാൽ മര്യാദക്ക് കളിക്കാൻ പറ്റുമോ. ഗൈസ് അവന് നല്ല രീതിക്ക് അവന് ഡാമേജ് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പം അവൻ നമ്മളെ ഡബിൾ ബുള്ളറ്റ് ആണെന്നോ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഡബിൾ ബുള്ളറ്റ് പോലെയാണ്. അപ്പോൾ അവൻ 1 ബുള്ളറ്റ് ആയിരിക്കും അടിക്കുന്നത്. Guys, കൊണ്ടില്ല 32 കൊണ്ടവന്. അങ്ങനെ നമ്മുടെ ഹെൽമെറ്റ് ഓൾറെഡി പൊട്ടിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ അവനെ അങ്ങ് എടുത്തിട്ടുണ്ട്. 6-6 എനിക്ക് തോന്നുന്നു അവനൊരു റൗണ്ട് എടുക്കും, ഞാനൊരു റൗണ്ട് എടുക്കും, അവനൊരു റൗണ്ട് എടുക്കും, ഞാനൊരു റൗണ്ട് എടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഈ കളി പോണത്. നമ്മുടെ ചാനലിൽ കുറേ പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നമുക്ക്
100 സംതിങ് 100 200 സംതിങ് 1000 നമ്മൾ റീലിട്ടുണ്ടായിരുന്നു. 1000 പേരെങ്ങാണ്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഉണ്ടല്ലോ ഗൈസ് നല്ല രീതിക്ക് ഒരു ഹെഡ് കൊണ്ടുണ്ടാവേ. അവൻ ഹെൽമെറ്റ് മേടിക്കാൻ പോകണയാണ്. ഞാൻ അവൻ്റെ അടുത്ത് പറയാം ഹെൽമെറ്റ് മേടിക്കാൻ. നമ്മളെ അവനങ്ങ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെറ്റ് പോയപ്പോഴേക്ക് നാണം ഇല്ലാണ്ട് അവൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാണം ഇല്ലാണ്ട് അവൻ നമ്മളെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹെൽമെറ്റ് മേടിക്കാൻ വേണ്ടി വന്നു. അവനും ഹെൽമെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കളി അവനെ ചിലപ്പോൾ എടുക്കുമായിരിക്കും. ഐസാൻ്റെ തല കൂട്ടിയിട്ടുണ്ട്. ഐസാണ് റിപ്പയർ ചെയ്യുന്നുണ്ട് തല എന്തോ. നമുക്ക് രണ്ടൊന്ന് റിപ്പയർ കിറ്റ് മേടിച്ച് കയ്യിൽ വെച്ചേക്കാം. നമുക്ക് അവന് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന്. പൈസ ഒരു 50 സംതിങ് കൊടുത്തിട്ടുണ്ട്. ഒരു 38 32 കൊടുത്തിട്ടുണ്ട്. പൈസ അവൻ റിപ്പയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്കും നമ്മുടെ ഹെൽമെറ്റ് റിപ്പയർ ചെയ്യാൻ കഴിയും. ഗൈസ് അപ്പം നമ്മളവനെ M180 ഡാമേജ് കൊടുത്തിട്ട് വുഡ് പൊക്കറിന് അവനെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7-7 നമുക്ക് നോക്കാം ഗൈസ്. വാശിയേറിയ പോരാട്ടമാണത്. 7-7 ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇവൻ്റെ ഒപ്പം കളിക്കും, അല്ലെങ്കിൽ മറ്റവൻ്റെ ഒപ്പം കളിക്കും, നമ്മുടെ ലീഡറിൻ്റെ ഒപ്പം കളിക്കും. ഗൈസ് അപ്പം നമ്മൾ അവൻ്റെ തോറ്റുണ്ട്. അവനെ നമുക്ക് ചെന്നിട്ട് നന്നായിട്ട് കളിച്ചെന്ന് പറയാം. ഗൈസ് അപ്പം അവൻ വീണ്ടും നമ്മളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ അവൻ വീണ്ടും വെല്ലുവിളിച്ചിട്ടുണ്ട്. അത് കാരണം നമ്മൾ ഒന്നുകൂടി കളിച്ചിട്ട് നമ്മൾ എന്തായാലും BR കളിക്കുന്നതായിരിക്കും. നമ്മൾ ഈ കളി എന്തായാലും നമ്മൾ പൊട്ടിക്കുന്നതായിരിക്കും. അവനെ അടിച്ചറാക്കുന്നതായിരിക്കും. ഈ കളി നമ്മളെ വാശി നമുക്ക് റിവെഞ്ച് എടുക്കുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ കളി ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും ഡബിളാണോ അടിച്ചെന്ന് ചോദിച്ചപ്പോഴേക്കും ആദ്യം പറഞ്ഞു. നോക്കാം ഗൈസ്. കൊണ്ടില്ല. പിന്നെ വട്ടം അറിയാൻ കളിക്കുന്നത് ഗൈസ്. ഗൈസ് അവനങ്ങനെ നമ്മളെ ഈ റൗണ്ട് കൂടി അങ്ങ് എടുക്കണ്ടേ ഗൈസ്. ഇടക്കിടക്ക് നെറ്റ് പോകുന്നുണ്ട്. ഗൈസ് അവൻ ഡബിൾ ബുള്ളറ്റ് അടിക്കണം. അത് കാരണം നമുക്കും ബുള്ളറ്റ് അടിക്കാം. നമുക്ക് അവൻ്റെ അടുത്ത് പറയാം. അടിക്ക് ഡാമേജ് കൊടുക്കുന്നത്. ഡാമേജ് കൊടുക്കുന്നുണ്ട്.
കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ഹെൽമെറ്റ് കൂട്ടിയിട്ടുണ്ട്. ഗൈസ് അപ്പം നമ്മളെ അവൻ ഒരു പ്രാവശ്യം നമ്മൾ നെറ്റ് പോയ പോലെ നമ്മൾ അവനെ അടിച്ചിട്ടുണ്ട്. ഗൈസ് നമ്മൾ അവനെ അടിച്ചിട്ട പോലെ അവനെ അടിച്ചിട്ട പോലെ ഒരു പ്രാവശ്യം കൂടി അടിച്ചിട്ടുണ്ട്. ഗൈസ് അപ്പം അവൻ നമ്മളെ ഒരു 1 ടാപ്പ് അടിച്ച് നമ്മളിട്ടുണ്ട്. ഗൈസ് നമ്മളെ നെറ്റ് പോകണ്ടോ സംശയമുണ്ട്. ഓക്കെ ഗൈസ് നമ്മുടെ നെറ്റ് വന്നു. ഗൈസ് അപ്പം വീണ്ടും നമ്മൾ അവനടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സെൻസിറ്റീവ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഗൈസ് വീണ്ടും നമ്മൾ 1 ടാപ്പ് അടിച്ചിട്ടുണ്ട്. അവനൊരു 1.5 കളിയാണ് കളിക്കണേ. നമ്മൾ നേരത്തെ കളിച്ചപ്പോഴേക്കും നമ്മൾ കുറേ പ്രാവശ്യം പൊട്ടിച്ചായിരുന്നു നമ്മളവനെ. നേരത്തെ എന്ന് വെച്ചാൽ വീഡിയോ ഉണ്ടാക്കാട്ടും മുമ്പേ. നല്ല ഹാർഡാണ് അവൻ. കൊള്ളുന്നില്ല ഗൈസ് അവനടിക്കുന്നത്. ഗൈസ് അപ്പം നമ്മൾ അവനെ അടിക്കുന്നുണ്ട്. നമ്മൾ കുപ്പക്രസ് അടിക്കാൻ അവനെ എടുക്കുന്നുണ്ട്. കൊണ്ടില്ല ഗൈസ് അപ്പം നമ്മൾ അവനെ ഡെസേർട്ട് വെച്ച് അടിച്ച് അവനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. കൊണ്ടില്ല അപ്പം നമ്മൾ അവനെ വീണ്ടും അടിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ അവനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഗൈസ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ കൊണ്ടില്ല കൊണ്ടില്ല ഗൈസ് കൊണ്ടില്ല ഗൈസ് അപ്പം അവനെ നമ്മൾ വീണ്ടും 1 ടാപ്പ് അടിക്കും അവനെ എടുത്ത്. ഗൈസ് നമ്മളങ്ങനെ റിവഞ്ച് നമ്മൾ എടുക്കാൻ പോവാണ്. അങ്ങനെ
ഗൈസ് അവനങ്ങനെ പൊക്രോസ് അടിച്ച് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. 6-4 6-4 ഗൈസ് 6-4. നമ്മളവനങ്ങനെ വെറുതെ വിടൂല. ഏഴാമത്തെ റൗണ്ട് കൂടി എടുത്തിട്ട് അവനങ്ങനെ തീർക്കുന്നതായിരിക്കും. ഗൈസ് അപ്പോൾ അവൻ നമ്മളെ M180 ഒന്ന് അടിച്ചിട്ടുണ്ട്. നമ്മൾ 8ാമത്തെ റൗണ്ട് ചിലപ്പോൾ ഈ റൗണ്ട് എടുക്കുമായിരിക്കും. നമ്മുടെ കളി അനുസരിച്ചിരിക്കും. അവൻ്റെ കളി അനുസരിച്ചിരിക്കും, നമ്മുടെ കളി അനുസരിച്ചിരിക്കും. അപ്പോൾ അവൻ ഇത് ഗൈസ് അവന് കംബാക്ക് അടിക്കണ്ടെന്ന് തോന്നുന്നു. അവന് വിചാരിച്ച് കംബാക്കാന്ന് തോന്നുന്നു. കംബാക്ക് നമുക്ക് സ്പാസ് എടുത്തോണ്ട് അവൻ്റെ അടുത്തല്ല. സ്പാസ് എടുത്തോണ്ട് നമുക്ക് അവൻ്റെ അടുത്തല്ല. ഗൈസ് അവന് റൈറ്റ് ഇതാണ് ഇത് വശം. ഗൈസ് നമ്മുടെ തല കൂട്ടിയിട്ടുണ്ട്. ഓടിച്ചെന്നൊരു ഹെൽമെറ്റ് മേടിക്കാം. അവസാനത്തെ റൗണ്ട് ഇത് വെച്ചിട്ട് അടിക്കാൻ പറ്റുന്നില്ല. മര്യാദക്ക് കൊള്ളുന്നില്ല. കൊണ്ടില്ല 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 ഗൈസ് നമ്മുടെ ഹെൽമെറ്റ് പൊട്ടി പോയിട്ടുണ്ട്. നമുക്ക് ഹെൽമെറ്റ് അടിച്ചിട്ട് തരാം. അങ്ങനെ ഹെൽമെറ്റ് മേടിക്കാം. നമ്മുടെ ഹെൽമെറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് M180 എന്ന് ചോദിക്കാം. അതൊരു 1.5 അടിയായിപ്പോയി അവൻ അടിച്ചത് തന്നെ. ലാസ്റ്റ് റൗണ്ടാണ്. ഇതും കൂടി തോറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചമ്മു. ദൈവമേ നമുക്ക് ഡബിൾ ബുള്ളറ്റ് അടിക്കാം. നെറ്റില്ല എനിക്ക്.
എടുത്തുണ്ട്. അങ്ങനെ ഡബിൾ ബുള്ളറ്റ് അടിച്ചവനെ നമ്മൾ എടുത്തുണ്ട്. ഫുൾ ബുള്ളറ്റ് വെച്ചാണ് നമ്മൾ എടുത്തത്. അവൻ്റെ അടുത്ത് നമുക്ക് ചെന്ന് മൈക്ക് ഓഫ് ചെയ്ത് ഓക്കെ നമുക്ക് കളിക്കാം. നമ്മൾ BR ആണ് കളിക്കാൻ പോണത്. നമുക്ക് BR കളിക്കാൻ വേണ്ടി നമ്മൾ സൗണ്ട് കുറച്ചിട്ടുണ്ട്, എന്നാലല്ലേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ ഡുവോ ആണ് സ്റ്റാർട്ട് എടുത്തത്. നമുക്ക് ഇന്ന് ചിലപ്പോൾ നമ്മൾ നല്ല പ്ലസ് അടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇറങ്ങാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങറിലാണ് ബ്ലൂ സോൺ ഉള്ളത്. നമുക്ക് അവൻ്റെ അടുത്ത് പറയാം. ഹാങ്ങറിൽ ഇറങ്ങിയിട്ടുണ്ട്. ഹാങ്ങറിൽ ഇറങ്ങാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 20 ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ഒരു ആർമർക്ക് റേറ്റ് കിട്ടിയിട്ടുണ്ട്. വേറെ എന്തൊക്കെയുണ്ട്? വേറെ ഒന്നുമില്ല. അങ്ങനെ കളി നമ്മൾ സ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം ഒന്നെനിക്ക് ഒബ്സർവേറ്ററി ഇറങ്ങിയാൽ മതി. ഒബ്സർവേറ്ററി ഇറങ്ങാതാണ് നല്ലത്. അയ്യോ തുമ്മല്. ഗൈസ് നമുക്ക് ഒബ്സർവേറ്ററി ഇറങ്ങാം. ഒബ്സർവേറ്ററി അവൻ അവിടെയെങ്കിലും ഇറങ്ങട്ടെ. നമുക്ക് ഒബ്സർവേറ്ററി ഇറങ്ങാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പൊക്കാൻ ആരെങ്കിലും വേണ്ടേ. നമ്മൾ ഒബ്സർവേറ്ററി ഇറങ്ങാം. ഒബ്സർവേറ്ററി എത്തൂല ഗൈസ്. നമ്മളത് ചാടി ഇറങ്ങിയ കാരണം എത്തൂല. നമുക്ക് തൽക്കാലം ഇപ്പം എന്താ കോട്ടിലിസ്റ്റ് ഇവിടെ എന്തോ ഒരു പേര് ആ സ്ഥലത്ത് നോക്കണ്ട്. ഇതിൻ്റെ മാർക്കും പ്ലേസ് മാറ്റാം. ഇവിടെ ഏതെങ്കിലും എനിമി ഉണ്ടോ നോക്കാം. ഇവിടെ ഏതെങ്കിലും എനിമി പറന്നിറങ്ങണ്ടോ നോക്കാം. ആരുമില്ല ഗുയ്സ്. അപ്പോൾ നമുക്ക് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി SKS കിട്ടിയിട്ടുണ്ട്. SKSും പിന്നെ നമ്മുടെ ഹെൽമെറ്റും കിട്ടിയിട്ടുണ്ടോ. നമ്മുടെ ടീമേറ്റ് ഒരു ഹില്ലെടുത്തിട്ടുണ്ട്. വീണ്ടും എക്സമേറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഉള്ള ഗൺസ് എന്ന് കഴിഞ്ഞാൽ SKSും എക്സമേറ്റുമാണ്. നമുക്ക് G13 ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു പരാഗ് കിട്ടി. നമ്മൾ ഓഗ് നോക്കിയിട്ടുണ്ട്. വീണ്ടും SKS A94 ആവശ്യമില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ നമ്മുടെ കൂട്ടുകാരൻ ടീം വൈപ്പ് അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മൾ ട്രോഗൺ എടുത്തിട്ടുണ്ട്. ട്രോഗണും SKSുമാണ് നമ്മൾ എടുക്കുന്നത്. സബ്മിറ്റ് വേണ്ട. നമ്മുടെ ലൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രോഗണും SKSുമാണ്. SKSന് നല്ല രീതിക്കുള്ള ബുള്ളറ്റ് ഉണ്ട്. 224 ബുള്ളറ്റ് ഉണ്ട്. നമ്മുടെ ട്രോഗണ് ബുള്ളറ്റ് ഇല്ല. അങ്ങനെ വീണ്ടും നമ്മുടെ ടീമേറ്റ് ഒരു നോക്കിയിട്ടുണ്ട്. നമുക്കൊരു ചിപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു 500 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. 500 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അവൻ്റെ അടുത്തേക്ക് പോവാം. 2 സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോവാം. വണ്ടി ഉണ്ട് സൈഡിൽ. ഗൈസ് അവന് ചത്തുണ്ട്. ആ കോയിൻസാണ് ഞാൻ പൊട്ടിച്ച് കളഞ്ഞ്. നമുക്ക് ഇവിടുന്ന് മാറിയിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കാം. നമുക്കവനെ ഒബ്സർവേറ്റർ ചെന്നിട്ട് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ പൊക്കി വിടാം. അവന് ശരിക്കും ലാഗ് അടിക്കേണ്ട എനിമീസും ഉണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ ചത്തുണ്ട്. നമ്മളെ എനിമീസ് 1 ടാപ്പ് അടിച്ചിട്ടുണ്ട്. സിദ്ധു എന്ന് പറഞ്ഞ ഒരു എനിമിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കളിയൊക്കെ നമുക്ക് പ്ലസും കിട്ടിയിട്ടില്ല മൈനസും കിട്ടിയിട്ടില്ല. ഭാഗ്യം. ഗൈസ് അങ്ങോട്ട് പറയാൻ മറന്നുപോയി. ഞാൻ CS മാസ്റ്റർ അടിച്ചായിരുന്നു. വീണ്ടും സ്റ്റാർട്ട് കൊടുക്കാം. 2000 കോയിൻസ് നമ്മൾ കളക്ട് ചെയ്യാൻ കിട്ടിയില്ല. നമുക്ക് നമ്മൾ 4 years old ആണ്.
but my choices were limited. അപ്പോൾ നമ്മൾ മെസ്സേജസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഗൈസ് എനിക്കൊരു ഡൗട്ട്, നമ്മുടെ ഈ വീഡിയോ ഇടുമ്പോഴേക്കും നമ്മളെങ്ങനെയായിരിക്കും മറ്റേ വോയിസ് ചേഞ്ചർ ഇടുന്നത്? വോയിസ് ചേഞ്ചർ ഇട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നെ ഗൈസ് നമ്മൾ കമൻറ്റിൽ ഇത് ചെയ്യുക, കമൻറ്റിൽ ടൈപ്പ് ചെയ്യുക എങ്ങനെയാണ് വോയിസ് ചേഞ്ചർ ഇട്ട് റെക്കോർഡ് ചെയ്യണമെന്ന്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർണിപ്പാണ്. Head there. Head there. I will ensure the Yagami name lives on. അവൻ്റെ നെറ്റ് പോയെന്ന് തോന്നുന്നു. അവൻ പീക്കിലാണ് ഇറങ്ങണത്. നമുക്കൊന്ന് പിന്നെ പീക്കിൻ്റെ സൈഡിലെങ്ങനെ ഇറങ്ങണം, സൈഡിലൊക്കെ ഇറങ്ങിയിട്ട് മുകളിലേക്ക് പോകാം. നമ്മളിവിടെ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മാറ്റിയാൽ നമ്മളിവിടെ ഉണ്ട്. ഗൈസ് നമുക്കൊരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. കോഡ് എന്ന് പറഞ്ഞൊരു ഗണ്ണാണ്. കോഡാണ് എൻ്റെ പേര് കോഡ്. കോഡ് അങ്ങനെ നമ്മൾ കോഡും A94 അല്ല A94 M590 നമുക്ക് ട്രോഗൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എനിമി ഡൈ ആയിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റ് ഡൈ ആയിട്ടുണ്ട്. അവനെ പൊക്കണ്ടാണ്. നമുക്ക് ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. റോഗണിൻ്റെ ബുള്ളറ്റ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡ്രോപ്പ് കണ്ടിട്ടുണ്ട്. നമുക്ക് ഡ്രോപ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. AW കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതിന് നമ്മൾ AW പ്രോബ്ലം നോക്കിയിരിക്കണം. നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ നമുക്ക് ഇവിടെ ചെന്ന് നോക്കാം. ഇന്ത്യ സ്ഥലം നമ്മൾ അങ്ങനെ ഓടിച്ച് നോക്കുന്നതായിരിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ട്രോഗണ്ണും AW ആണ്. നമുക്ക് പോണേക്ക് ഇച്ചിരി കോയിൻസും കൂടി എടുത്തേക്കാം. എടുത്തുണ്ട്. എനിമി ഉണ്ടാവല്ലേ അവിടെ ഭാഗ്യം. എനിമി ഉണ്ടായില്ലെങ്കിൽ ഭാഗ്യം. ഇപ്രാവശ്യം ആർസലിൽ എങ്ങനെയാണ്? ആർസലിൽ ഓർക്കായിരുന്നു. നമുക്ക് AW വെച്ച് കളിക്കായിരുന്നു. നമ്മൾ നോർമൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അവനെ. ഭയങ്കരമായിട്ട് ലാഗ് അടിക്കണ്ട എന്താണെന്ന് അറിയില്ല. വെയിറ്റ് ചെയ്യേ. അവൻ്റെ നെറ്റ് പോയി. ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നെറ്റ് പോയി അവൻ്റെ. ഇച്ചിരി കോയിൻസും കൂടി എടുക്കണ്ട. ഇച്ചിരി കോയിൻസും കൂടി എടുക്കാം. നെറ്റ് വന്നിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്. ലെവൽ 3 ഹെൽമെറ്റ്. ലെവൽ 3 ഹെൽമെറ്റ്. പിന്നെ വെസ്റ്റ് നമ്മുടെ ലെവൽ 1 ആണ്. ലെവൽ 2 വെസ്റ്റ് നമുക്ക് വേണം.
ഇത് ലെവൽ 2 അല്ലേ? ലെവൽ 2 അല്ലേ? അപ്പോൾ ലെവൽ 3 ആണ് നമുക്ക് വേണ്ടത്. രീതിക്ക് ലാഗ് അടിക്കേണ്ടത് ഗൈസ്. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ Capturing the revival point. നോക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല, ഭയങ്കരമായിട്ടില്ല. ഇല്ല, അവൻ്റെ ഓൺലൈനിൽ അവൻ പോയിട്ട് വന്നിട്ടില്ല, അവൻ ഓഫ്ലൈനായി. നെറ്റ് പോയതായിരിക്കും ചിലപ്പോൾ. ഇത് 1v2 ആയിരിക്കും, സോളോ വേഴ്സസ് ഡുവോ ആയിരിക്കും മിക്കവാറും. അപ്പോൾ ജീപ്പ് എടുത്തിട്ട് അങ്ങ് പറക്കാം. അവിടെ നെറ്റ് എന്തായാലും പോയിട്ടുണ്ട്. അയ്യോ പിടിച്ചു. നമ്മുടെ നെറ്റ് പോയി. നെറ്റ് അപ്പോഴത്തെ സോളോ ഡയറാണ് അവനെ ചെന്ന് അടിച്ചിട്ട് വരാം. സോളോ ഡയർ കളഞ്ഞു. ആ സോളോ ഡയർ കളഞ്ഞു. നെറ്റില്ല, നെറ്റ് ഭയങ്കര സ്ലോയാണ്. സ്ലോയുമാണ്, ലാഗുമാണ്. നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കാം കൈ. അത് വേറെ വഴിയുള്ളൂ. അങ്ങോട്ട് എനിമീസ് അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ആരോ വന്നുണ്ട്. നമ്മൾ അങ്ങനെ മരത്തിൽ പിടിച്ച് വീണിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഇത് മ്യൂട്ടാക്കിയിട്ടൊന്ന് വന്നതാണ്. പുതിയ വണ്ടി കിട്ടി. അപ്പം നമുക്ക് ഇത് ഓടിച്ച് കളിക്കാൻ നിൽക്കാൻ. ഇവിടെയും ഒറ്റ എനിമിയില്ല. പതിയെ നമുക്ക് അങ്ങോട്ട് വട്ടം നിറങ്ങി കളിക്കാം. വട്ടം ചുറ്റി അവസാനം വരുമ്പോൾ നമുക്ക് ഫൈറ്റ് ചെയ്യാം. അവസാനം നമുക്ക് നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നെറ്റും ഉണ്ട്. എന്താണ് വൈഫൈ ഓൺ ആക്കിയിട്ടുണ്ട്. നല്ല ലാഗുണ്ട് ഗൈസ്. നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണോ എനിക്കറിയാം. ഏതെങ്കിലും ലാഗ് അടിക്കുന്നുണ്ട്. മാറിയിട്ടില്ല. നല്ല ലാഗുണ്ട്. നല്ല ലാഗുണ്ട് ഇപ്പോഴും. നല്ല രീതിക്ക് ലാഗുണ്ട് ഗൈസ്. ജസ്റ്റ് ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കുകയാണ്. നമ്മൾ ഫൈനൽ അലൈവ് വരെ 5 അലൈവ് വരെ നമ്മൾ വെറുതെ ഇരിക്കും. 5 അലൈവ് വരെ നമ്മൾ 10 അലൈവ് വരെ നമ്മൾ വെറുതെ ഇരിക്കും. 10ന് 5 ആകുമ്പോഴേക്കും 5 അലൈവ് വരുമ്പോഴേക്കും നമ്മൾ കയറി ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചുമ്മാ വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിച്ച് കളിക്കണം മാത്രം. വണ്ടി ഒന്നും പൊട്ടിച്ചോക്കാൻ തുടങ്ങിയ എനിമി ഉണ്ടാവും.
ഒറ്റ എനിമില്ല ഗൈസ്. ലാഗ് ഉണ്ട് ഗൈസ് ചെറിയ. I'm being haunted. ഗൈസ് നമുക്ക് ഒരു ഇത് വന്നുണ്ട്. അപ്പോൾ അവനെ കയറി അടിച്ചേക്കാം. നമ്മളെ അവൻ ഹിറ്റ് ലിസ്റ്റ് ഇട്ടുണ്ട്. കാരണം നമ്മളവനെ കയറി അടിച്ചേക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ തോറ്റുണ്ട് ഈ കളി തോറ്റുണ്ട്. നമുക്ക് 20+ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുസ ബ്രാട്ട് എന്നാണ് നമ്മൾ അടിച്ചിട്ടാണ്. നമ്മൾ വലുതായിട്ട് കളിക്കാൻ പോയത് അവന്മാരായിട്ട് വലിയ ഷോ കാണിക്കാൻ പോയത് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലെങ്തി ആയി. നമുക്ക് മാസ്റ്ററൊന്നും അടിക്കാൻ പറ്റിയില്ല. ഹീറോയ്ക്കൊന്നും അടിക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ കുറേ ലെങ്തിയാണ് ഈ വീഡിയോ. അപ്പോൾ അത് കാരണം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. പിന്നെ ഒരു ദിവസം കൂടി കാണാം. ബൈ.